ഒന്ന് ദിനവൃത്താന്തം 1-ാം അധ്യായം. ആദാം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലലേൽ, യാരേദ്, ഹാനോക്ക്, മെഥൂശലഹ്, ലാമക്ക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേശക്ക്, തീരാസ്. ഗോമരിൻ്റെ പുത്രന്മാർ അഷ്കേനസ്, രീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ ഏലിഷ, തർഷീഷ്, കിത്തീം, ദോദാനീം. ഹാമിൻ്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, പൂത്ത്, കാനാൻ. കൂഷിൻ്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ. സബഗ. രമയുടെ പുത്രന്മാർ ഷെബ, ദദാൻ. കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു. മിസ്രൈമോ, ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കഫ്താരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യബൂസി, അമോരി, ഗിർഗഷി, ഹിവ്വി, അർക്കി, സീനി, അർവാദി, സെമാരി, ഹമാത്തി എന്നിവരെ ജനിപ്പിച്ചു. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അഷൂർ, അർപ്പഷത്ത്, ലൂദ്, ആരാം, ഊസ്, ഹൂൾ, ഗേദർ, മേശക്ക്. അർപ്പഷത് ഷേലഹിനെ ജനിപ്പിച്ചു. ഷേലഹ് ഏബെറിനെ ജനിപ്പിച്ചു. ഏബെറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലകെന്നു പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവൻ്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ഷേലഹ്, ഹസർമാവത്ത്, ഹത്തോരാം, ഊസാൽ, ദിഗ്ല, ഏബൽ, അബിമയാൽ, ഷെബ, ഓഫിർ, ഹബീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താൻ്റെ പുത്രന്മാർ. ഷേം, അർപ്പഷത്ത്, ഷേലഹ്, ഏബർ, പേലഗ്, രയു, ഷെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം. ഇവൻ തന്നെ അബ്രഹാം. അബ്രഹാമിൻ്റെ പുത്രന്മാർ ഇസഹാക്ക്, ഇഷ്മായേൽ. അവരുടെ വംശപാരമ്പര്യമാവിത്. ഇഷ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബയേൽ, മിപ്ഷാം, മിഷ്മ, തൂമ, മസ്സ, ഹദദ്, തേമ, യദൂർ, നാഫീഷ്, കേദമ. ഇവർ ഇഷ്മായേലിൻ്റെ പുത്രന്മാർ. അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായ ഗദൂരയുടെ പുത്രന്മാർ സിമ്രാൻ, യൊക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാക്ക്, ഷൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. യൊക്ഷാൻ്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദ്യാൻ്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹാനോക്ക്, അബീദ, എൽദായ. ഇവരെല്ലാവരും കെദൂരയുടെ പുത്രന്മാർ. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏശാവ്, ഇസ്രായേൽ. ഏശാവിൻ്റെ പുത്രന്മാർ ഏലീഫാസ്, രയുവേൽ, യയൂഷ്, യലാം, കോരഹ്. ഏലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിമ്ന, അമാലേക്ക്. രയുവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. സെയീരിൻ്റെ പുത്രന്മാർ ലോദാൻ, ഷോബാൽ, സിബയോൻ, അന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോദാൻ്റെ പുത്രന്മാർ ഹോരി, ഹോമാം, തിമ്ന ലോത്താൻ്റെ സഹോദരിയായിരുന്നു. ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മാനഹത്ത്, ഏബൽ, ഷെഫി, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യ, അന. അനയുടെ പുത്രന്മാർ ദീഷോൻ. ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൽ, ഇത്രാൻ, കെരാൻ. ഏസരിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാക്കാൻ. ദീഷാൻ്റെ പുത്രന്മാർ ഊസ്, അരാൻ. ഇസ്രായേൽ മക്കളെ രാജാവ് വാഴും മുമ്പേ ഏദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിൻ്റെ മകനായ ബേല. അവൻ്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിൻ്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി. ഹൂഷാം മരിച്ച ശേഷം ബദദിൻ്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവൻ മോബാബ് സൗഭൂമിയിൽ മിദ്യാനെ തോൽപ്പിച്ചു. അവൻ്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരനായ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി. ഷൗൽ മരിച്ച ശേഷം അക്ബോരിൻ്റെ മകൻ ബാൽഹനാൻ അവന് പകരം രാജാവായി. ബാൽഹനാൻ മരിച്ച ശേഷം ഹദദ് അവന് പകരം രാജാവായി. അവൻ്റെ പട്ടണത്തിന് പായി എന്നും ഭാര്യയ്ക്ക് മെഹദബേൽ എന്നും പേർ. അവൾ മേസഹാബിൻ്റെ മകളായ മത്രേദിൻ്റെ മകളായിരുന്നു. ഹദദും മരിച്ചു. ഏതോമ്യ പ്രഭുക്കന്മാരാവിത്: തിമ്ന പ്രഭു, അല്യ പ്രഭു, യദോത്ത് പ്രഭു, ഒഹ്ലീബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്നിയൽ പ്രഭു, ഈരാം പ്രഭു. ഇവരത്രേ ഏതോമ്യ പ്രഭുക്കന്മാർ.